നമസ്കാരം. ഇന്ന് മിക്കവരും നേരിടുന്ന വളരെ ഗൗരവമായ സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, ചൂഷണം, അശ്ലീല സന്ദേശം പ്രചരിപ്പിക്കൽ എന്നീ ഡിജിറ്റൽ ക്രൈം അല്ലെങ്കിൽ സൈബർ ക്രൈംസ്. ഇതിനെതിരെ ഉടൻ തന്നെ പരാതികൾ എവിടെയാണ് നൽകേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്നൊരു സമയമുണ്ടാവും. ആരോട് ചോദിക്കും, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് സമയം കളയേണ്ടതില്ല. അതിന് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾക്കെതിരെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിയുവാൻ എൻ്റെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്താൽ മതി. അതിൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വോയിസ് ഫോർ റൈറ്റ്സ് മധു എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ 9656668455 എന്നാണ്. ഈ ആധുനിക ടെക്നോളജിയുടെ AI കാലത്ത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഭയപ്പെടേണ്ടതുമില്ല. ഉടനെ വേണ്ടത് ചെയ്യുകയാണ് ഉചിതം. ഇന്ത്യയിൽ ശക്തമായ നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്ത്രീകളെ ഓൺലൈനായി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് വഴി നിരന്തരം ഫോളോ ചെയ്യുക, അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഫോട്ടോ എഡിറ്റ് ചെയ്ത് അശ്ലീല രൂപത്തിൽ പ്രചരിപ്പിക്കുക, ബ്ലാക്ക് മെയിലിംഗ്, സ്ത്രീയുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് അവരെ അപകീർത്തിപ്പെടുത്തുക എന്ന രീതിയിൽ അവർ പോസ്റ്റ് ഇടുക, ഇതെല്ലാം IT ആക്ട് സെക്ഷൻ 67 പ്രകാരം കുറ്റമാണ്. അതുപോലെ കുട്ടികളുടെയും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന അശ്ലീല വീഡിയോകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനും പോക്സോ ആക്ട്, IT ആക്ട് എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി കുട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ മാനസികമായിട്ടും ലൈംഗികമായിട്ടും ചൂഷണം ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ഗെയിമുകൾ വഴി കുട്ടികളിൽ നിന്ന് വ്യക്തിവിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടിപ്പ് നടത്തുക. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചൂഷണങ്ങളും ബുള്ളിങ്ങുകളും മറ്റും നടത്തി ഡിജിറ്റൽ സൈബർ കുറ്റങ്ങൾ നടത്തുന്നത് ദിനംപ്രതി എന്നോണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇതിനെതിരെ IT ആക്ട്, BNS, പോക്സോ എന്നീ നിയമ സംരക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിനായി ഇത്തരം ഡിജിറ്റൽ കുറ്റങ്ങൾക്കെതിരെ ഓൺലൈനായി എങ്ങനെ പരാതി നൽകാം എന്നതാണ് ഇന്നത്തെ എൻ്റെ ഒരു വിഷയം തന്നെ. അപ്പോൾ സാധാരണയായി പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരാതികൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതറിയാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്നാമത് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ ആയ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ഓൺലൈൻ പരാതികൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പൊതു ഓൺലൈൻ പരാതി ഈ പോർട്ടലിൽ സമർപ്പിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകളും കുട്ടികളും സംബന്ധിച്ചുള്ള പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഫോം പൂരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഭവത്തിന് കൃത്യമായ വിവരങ്ങൾ ചേർത്തിരിക്കണം. അതായത് സംഭവത്തിൻ്റെ ദിവസം, തീയതി, സമയം വെച്ച ശരിയായ വിശദീകരണം, തെളിവുകളായി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ, ലിങ്കുകൾ, പ്രതിയുടെ വിവരങ്ങൾ എന്നിവ, പിന്നെ നിങ്ങളുടെ പേരോ വിലാസമോ, പേര് വെളിപ്പെടുത്താതെ അജ്ഞാതമായ അനോണിമസ് പരാതിയും നൽകാവുന്നതാണ്. അതുപോലെ കേരള പോലീസിന് ഓരോ ജില്ലയിലും സൈബർ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് നേരിട്ടും ഇമെയിലായും പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷൻ്റെ ടോൾ ഫ്രീ നമ്പറായ 112 സൈബർ സെൽ കോൺടാക്റ്റ് നമ്പറും ഉപയോഗിക്കാം. അതുപോലെ ഇമെയിലുണ്ട്, cybercell.pol@kerala.gov.in. കൂടാതെ പോലീസിൻ്റെ ഒഫീഷ്യൽ ഫോൺ നമ്പർ ആയ 9497901280 എന്ന വാട്സപ്പ് നമ്പറിലേക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ പരാതി ഉണ്ടെങ്കിൽ നൽകാവുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ ഇമെയിൽ ID ആയിട്ടുള്ള CCSC സെൻറ്ററിൻ്റെ അവർക്കൊരു ഇമെയിൽ ID ഉണ്ട്. അതിലും നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ccsc.pol@kerala.gov.in. ഏതൊരാൾക്കും ഈ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. CCSC എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കുട്ടികളോടുള്ള ലൈംഗിക ചൂഷണം നിരീക്ഷിക്കാനും ഫോട്ടോകൾ
വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് കണ്ടെത്താനും നിയന്ത്രിക്കാനും അതുവഴിയുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കാനുമുള്ള കേരള പോലീസിൻ്റെ പ്രത്യേക യൂണിറ്റാണ് CCES എന്നുള്ളത്. അത് കൗണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ സെൻറ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. അപ്പോൾ പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ സെൻ്ററാണിത്. മാത്രമല്ല സൈബർ കുറ്റവാളികൾക്ക് ഒരു പേടി സ്വപ്നവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇത് സൈബർ പരാതിയുമായി ബന്ധപ്പെട്ട സൈബർ ലൈംഗിക പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി അറിവായിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് പലർക്കും ഉപകാരപ്രദമായിട്ട് വന്നേക്കും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ നമ്പറോ കാര്യങ്ങളോ ഒന്നും ചിലപ്പം അറിയാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.